വീടിനോട് ചേർന്ന് സ്ഥാപിച്ച ലിഫ്റ്റിൽ കുടുങ്ങി 75 വയസ്സുകാരന് ദാരുണാന്ത്യം. പത്തനംതിട്ട കടമ്പനിട്ട കല്ലേലിമുക്ക് സ്വദേശിയായ മാത്തുക്കുട്ടിയാണ് മരണമടഞ്ഞത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ സംഭവം നടന്നത്. ഇദ്ദേഹത്തിൻ്റെ റോഡിൽ നിന്നും അല്പം മുകളിലായാണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഈ വീട്ടിനുള്ളിലേക്ക് കയറുന്നതിനായാണ് ഇവിടെ കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലൊരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഈ ലിഫ്റ്റിൽ അദ്ദേഹം കയറി മുകളിലേക്ക് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവിടെ മുകളിൽ വെച്ച് ഈ കുടുങ്ങുകയും അങ്ങനെ അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. ഈ സമയം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായ അന്നമ്മ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ ശബ്ദം കേട്ട് അവിടെ എത്തിയ അന്നമ്മ ഇത് വെട്ടിപ്പൊളിച്ച് വാക്കത്തി ഉപയോഗിച്ചൊക്കെ വെട്ടിപ്പൊളിച്ച് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമായി. ദാരുണമായി മരണം സംഭവിക്കുകയായിരുന്നു. ഒച്ചക്കെട്ട് നിലവിളിയൊക്കെ കേട്ട് അയൽവാസികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ചതിന് ശേഷമാണ് മൃതദേഹം ഈ ലിഫ്റ്റിനുള്ളിൽ നിന്നും പുറത്തെടുക്കുന്നത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ഈ വീടിൻ്റെ മുകളിലേക്ക് കയറുന്നതിനായാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രായാധിക മൂലം ആരോഗ്യ പ്രശ്നങ്ങളുള്ള മാത്തുക്കുട്ടി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനാലാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഇവിടെ കൊണ്ടുവരുന്ന സാധന സാമഗ്രികളൊക്കെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ആയാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് സ്ഥാപിച്ചത്. എന്നാൽ ദാരുണമായ ഒരു മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾക്ക് കാണാൻ കഴിയും ഈ വീട്ടിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെപ്പാണ്. ഈ റോഡിൽ നിന്നും ഏതാണ്ട് ഉയരമുണ്ട്. ഈ ലിഫ്റ്റിൻ്റെ ഏതാണ്ട് 5 മീറ്ററിനധികം ഉയരമാണ് ലിഫ്റ്റിനുള്ളത്. ഇങ്ങനെ ഈ കാണുന്നത് പടികളാണ്. വീട്ടിലേക്ക് കയറുന്നതിനുള്ളൊരു പടിയാണ്. ആ പടി കയറാൻ അദ്ദേഹത്തിന് പ്രായാധിക്യത്തിലാൽ ബുദ്ധിമുട്ടുണ്ടതിനാലാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു 3 വർഷം മുൻപ് ഇലക്ട്രിക്കൽ സംവിധാനം ഉപയോഗിച്ച് ഒരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. ആ ലിഫ്റ്റാണ് ഇപ്പോൾ അപകടത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഈ വീട്ടിലെ ഗൃഹനാഥനായ മാത്തുക്കുട്ടി ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ്. ഈ വീടിൻ്റെ സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും ഈ വീടിൻ്റെ തൊട്ട് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന ലിഫ്റ്റ് കാണാൻ കഴിയും. അവിടെയാണ് അതിൻ്റെ പ്രധാന എൻട്രൻസ്. ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നതിനായാണ് അദ്ദേഹം ഇവിടെ ഇത്തരത്തിലൊരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നു. ആ ജോലിക്കാരെ പുറത്താക്കിയതിന് ശേഷം അദ്ദേഹം വീട്ടിനുള്ളിലേക്ക് ഈ ലിഫ്റ്റ് വഴി കയറി വരുമ്പോഴാണ് അപകടമുണ്ടായത്. മുകളിലേക്ക് എത്തിയപ്പോഴേക്കും തല കുടുങ്ങി കിടക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിനെ കാണപ്പെട്ടത്. ഭാര്യ അന്നമ്മ മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. അന്നമ്മ ഉടൻ തന്നെ എത്തി രക്ഷാപ്രവർത്തനമൊക്കെ നടത്താൻ ശ്രമിച്ചു. വാക്കത്തി ഉപയോഗിച്ച് അതൊക്കെ വെട്ടിപ്പൊളിക്കാനൊക്കെ ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു. പിന്നീട് ശബ്ദം കേട്ട് നാട്ടുകാരൊക്കെ ഓടിയെത്തുകയും നാട്ടുകാർ തന്നെയാണ് അഗ്നിശമന സേനയെ അറിയിക്കുന്ന അവരെത്തിയാണ് മൃതദേഹം പുറത്തേക്ക് എത്തുന്നത്. എന്നതിൽ ഈ ലിഫ്റ്റ് അപകടത്തിൽപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അദ്ദേഹം ഈ മുകളിലേക്ക് വന്നപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തല പുറത്തേക്ക് ഇടാൻ ശ്രമിച്ച രീതിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തതയില്ല. ഇടയ്ക്ക് കറണ്ട് പോയി എന്നൊക്കെ പറയപ്പെടുന്നു. എന്നാൽ കറണ്ട് പോയതായി വിവരങ്ങളൊന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സമീപവാസികളൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ ഏത് തരത്തിലാണ് ഈ അപകടം ഉണ്ടായത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. എങ്ങനെയാണ് കൃത്യമായി വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ് പത്തനംതിട്ട കടമ്പനിട്ടയെ സംബന്ധിച്ചിടത്തോളം നടന്നത്. KSRTC ബസ്സിലെ കണ്ടക്ടറായിരുന്ന അദ്ദേഹം റിട്ടയർഡ് ആയതിനു ശേഷം വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. മക്കളൊക്കെ വിദേശത്താണ് കഴിയുന്നത്. ഭാര്യയ്ക്കൊപ്പമാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷം മുൻപാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങളുള്ളതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളും ഈ നടയൊക്കെ ഇറങ്ങിപ്പോകാനുള്ള ബുദ്ധിമുട്ടുള്ളതിനാലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. അത് അദ്ദേഹത്തിന് ഏറെ സഹായകരമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് സാധന സാമഗ്രികളൊക്കെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനൊക്കെയായി അദ്ദേഹം ഈ ലിഫ്റ്റ് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അപകടത്തിനിടയാക്കിയത് കാരണം വ്യക്തമല്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ബന്ധുക്കളൊക്കെ ഈ വിവരം അറിഞ്ഞ് എത്തിച്ചേരുന്നുണ്ട്. പോലീസ് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിദേശത്തുള്ള മക്കളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് പത്തനംതിട്ടയിലെ കടമ്പനിട്ടയിൽ സംഭവിച്ചത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.